വിഴിഞ്ഞം തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CPIM-നകത്ത് മുതിർന്ന നേതാക്കളുടെ വാക്പോര് കനക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജനും KK ശൈലജയ്ക്കും പിന്നാലെ PK ശ്രീമതിയും പാർട്ടി നിലപാടിനെ തള്ളി രംഗത്തെത്തി. വിമർശനം ഉന്നയിക്കുമ്പോൾ KK രാഗേഷിന് കൃത്യത വേണമെന്നും കാരണങ്ങൾ കൂടി പറഞ്ഞാലേ ആളുകൾക്ക് കാര്യം വ്യക്തമാവുകയുള്ളൂവെന്നും PK ശ്രീമതി ഇന്ന് പറഞ്ഞു. ഭാഷ മയപ്പെടുത്തിയെങ്കിലും ഇന്നലത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാതെയായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. അതേസമയം ഭിന്നസ്വരങ്ങളെ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ പരോക്ഷമായി തള്ളുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദിവ്യ എസ് അയ്യരെ മാറ്റാൻ നേരത്തെയും ശ്രമമുണ്ടായെന്നും വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വൻ കൊള്ളയാണ് നടന്നത് എന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം CPIM-നുള്ളിൽ പുതിയ പോർമുഖം തുറക്കുകയാണോ? കാണാം RDX റാപ്പ്. EP ജയരാജനും KK ശൈലജയ്ക്കും പിന്നാലെയാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ പാർട്ടി നിലപാട് തള്ളി PK ശ്രീമതിയും രംഗത്തെത്തിയത്. ദിവ്യ എസ് നായർ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയാണ്. അവരെ സ്ഥലം മാറ്റിയ നടപടി സ്വാഭാവികമാണെന്നും PK ശ്രീമതി പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉയർത്തിയ ആരോപണവും PK ശ്രീമതി തള്ളി. രാഗേഷ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കാരണങ്ങൾ കൂടി വ്യക്തമാക്കണമെന്നും PK ശ്രീമതി പറഞ്ഞു. അല്പം മയപ്പെടുത്തിയെങ്കിലും ഇന്നലത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ KK ശൈലജയും തയ്യാറായില്ല. ദിവ്യയെ മാറ്റിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും KK ശൈലജ പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹതയുണ്ടെന്ന വാദമാവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. സുതാര്യതയെപ്പറ്റി സംസാരിക്കുന്ന മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കാത്തതുകൊണ്ട് തന്നെ സംശയങ്ങൾ ബലപ്പെടുകയാണ്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം കടൽക്കൊള്ള തന്നെയാണെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. KK രാഗേഷ് ആരോപണം ഉന്നയിക്കുമ്പോൾ കാരണങ്ങൾ കൂടി വ്യക്തമാക്കണം, എന്നാലേ ആളുകൾക്ക് മനസ്സിലാകൂവെന്ന് PK ശ്രീമതി ഇന്ന് പറഞ്ഞു. കേൾക്കാം. അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. അതിൽ ഇന്നിന്ന കാരണങ്ങളാൽ ആണ് എന്നുള്ളത് അത് പറയണം. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് എത്തിപ്പോകും. സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥർ മാറുന്നത് സ്വാഭാവിക നടപടിക്രമം എന്നാണ് താൻ പറഞ്ഞത്. ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും KK ശൈലജ ഇന്ന് വിശദീകരിച്ചു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, കൃത്യനിഷ്ഠയോടെ നടക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് EP-യും പറഞ്ഞത്, അതിനെയാണ് ഞങ്ങളെല്ലാം പറയുന്നത്, അതാണ് പാർട്ടിയും പറയുന്നത്. ദിവ്യ എസ് അയ്യരെ മാറ്റാൻ നേരത്തെയും ശ്രമം ഉണ്ടായെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വൻ കൊള്ളയാണ് നടന്നത്. ഈ വിഷയത്തിൽ EP ജയരാജൻ എന്ത് പറഞ്ഞെന്നറിയില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെൻറ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. അവർ നല്ലൊരു ഓഫീസറാണ്, സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന്, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങൾ ഈ നിലയിൽ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ പാർട്ടിക്കകത്ത് എന്തായി സംഭവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കാകെ അങ്കലാപ്പാണ്. കാരണം ഇതിപ്പോൾ ഏത് പറയുന്നതാണ്, ആര് പറയുന്നതാണ് ശരി, ആരാണ് ഏതൊരു ലൈന് പിടിക്കണം എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് കടക്കാം. അതായത് ഇത് ഈ CPM-നകത്തെ വിഷയങ്ങൾ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഇന്ന് പക്ഷേ PK ശ്രീമതിയും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലൊരു അവർക്ക് പറയാവുന്നതിലെ കൂടിയ അളവിലൊരു വർത്തമാനം പറഞ്ഞു അല്ലേ? സൗമ്യമായിട്ട് തിരിച്ചു നോക്കിയാണെങ്കിൽ അതിനകത്ത് എനിക്ക് രസകരമായി തോന്നി ആ പ്രയോഗം. കാരണം ആവിയിലും ഇല്ല ദുനിയാവിലും ഇല്ല. ആവിയിലല്ല, ആവിലും ദുനിയാവിലും. അതായത് ആഖിറത്തിലും ദുനിയാവിലും ഈ ലോകത്തും പരലോകത്തും പ്രയോജനമില്ലാത്തതുപോലെയുള്ള പരാമർശങ്ങളോ ആരോപണങ്ങളോ നടത്തിയിട്ട് കാര്യമില്ല. അത് തന്നെയാണ് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അങ്ങനെയാണോ ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് പറയുന്നത് ആരാണ്? ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ PK ശ്രീമതി പറയുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നത് ഈ ആവിയിലും പരലോക എന്താണ് ദുനിയാവിലും
ഇല്ലാത്ത മട്ടിൽ പോകുന്ന പരാമർശങ്ങളാണ് എന്ന് അങ്ങനെ തോന്നി. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആ ഒരൊറ്റ പരാമർശത്തെ ചൊല്ലി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹെഡ്ലൈനിൽ പറയുന്നത് പോലെ നമുക്കങ്ങനെ ഹെഡ്ലൈനിൽ പറയാൻ പറ്റുള്ളൂ, വിഴിഞ്ഞം എന്നുള്ളതിനെ ചൊല്ലി മാത്രമുള്ള ഒരു തർക്കമല്ല. അതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത്. അതിനപ്പുറത്ത് ഇത് വളരെ ഗൗരവതരമായി CPIM-നുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ചേരിതിരിവിൻ്റെ, അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ അഗ്രസീവായി അവതരിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രയോഗമാണത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ ഉറച്ച ചർച്ചകൾ ഉണ്ടാവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ മുകളിലേക്കുള്ളവർ പങ്കെടുക്കുന്ന വിശാല സ്റ്റേറ്റ് കമ്മിറ്റി യോഗമാണ് ഓഗസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളായി തന്നെ വേണം ഇതിനെയൊക്കെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഇപ്പോൾ പലരും നമ്മളും ഒക്കെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലത്തെ KK ശൈലജയുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞത് ഈ KK രാഗേഷിനെ തള്ളിപ്പറയുന്നതിലൂടെ പിണറായി വിജയനെ കൂടി തള്ളിപ്പറയുന്നു എന്ന മട്ടിലാണെന്ന്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന നീക്കങ്ങളിൽ പിണറായി വിജയനെ ഉന്നമിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പകരം പാർട്ടി നേതൃത്വം, അതാരാണ്? സംസ്ഥാന സെക്രട്ടറി, പിന്നെ ആരാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അങ്ങനെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ആരോപണ ശരങ്ങൾ ഇനി ഉയരാൻ സാധ്യത. അത് സാധ്യമായ എല്ലാ വിഷയത്തിലും ആ മട്ടിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാത്തിനെയും അങ്ങ് ഒറ്റയടിക്ക് സ്വീകരിക്കേണ്ടതില്ല എന്നത് തന്നെയായിരിക്കും പാർട്ടിക്കുള്ളിലെ ഒരു സമീപനം. പിന്നെ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതായത് കണ്ണൂരിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം, എന്നാലേ ഇത് കേരളത്തിൽ മുഴുവൻ ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് അതിനൊരു വളർച്ച ഉണ്ടാവൂ എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഈ സമയത്തുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്കൊന്നും ഒരു പിണറായി വിജയനായോ ഒരു VS അച്യുതാനന്ദനായോ വളരാനുള്ള ശേഷിയൊന്നുമില്ല. ഇപ്പോൾ CPM-നുള്ളിൽ നടക്കുന്ന ഈ ചർച്ചകളിലൊന്നും ആ മട്ടിൽ വളരില്ല. അതിന് പകരം ചില ചെറിയ തിരുത്തലുകളിൽ ഒതുങ്ങി ഈ കാര്യങ്ങളെ അത്രയെങ്കിലും തിരുത്തലുകളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക. കാരണം പ്ലീനം നടക്കണം എന്നുള്ളതായിരുന്നു പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം. അത് ദേശീയ നേതൃത്വത്തിന് പോലും ആ കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ നടന്നോട്ടെ എന്നുള്ളൊരു സമീപനമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് കമ്മിറ്റിയുടെ ആവശ്യവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിലേക്കും ഈ കാര്യം വിട്ടപ്പോൾ പിന്നെ പ്ലീനം എന്നുള്ള പദ്ധതി മാറുന്നു. ഇത് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ആവുന്നു. ആ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും ഉയരേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ഗതിയിൽ വേണം ചർച്ചകൾ പോകാൻ. ഒരു കാരണവശാൽ ഇത് ഇപ്പോൾ വിഴിഞ്ഞമൊക്കെയാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലും KK രാഗേഷിനും പിന്തുണയുമായി പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിനോട് പിണറായി വിജയനെ ചേർത്ത് വയ്ക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമുള്ള ശ്രമം ഈ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയനിലേക്ക് വേണ്ട. കാരണം അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനങ്ങളടക്കം ഇനിയിപ്പോൾ വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കമ്മിറ്റികളിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിവായി പോകും സ്വാഭാവികമായും. അപ്പോൾ ആ സ്വാഭാവികം. പിന്നെ മാത്രമല്ല, പിണറായി വിജയൻ എന്നുള്ളത് ഇപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത്, CPIM-നെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം ഉണ്ടാക്കി കൊടുത്ത നേതാവാണ്, വലിയ നേതാവാണ്. പിണറായി വിജയനെ എതിർത്തുകൊണ്ട് വേണം ഒരു തിരുത്തൽ ഇനി എന്നുള്ളത് തൽക്കാലം പാർട്ടി ആലോചിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായി ഇരിക്കുന്നതിനെ പാർട്ടിക്ക് വെളിയിൽ ആളുകൾ എതിർക്കുന്നുണ്ടാവാം. പാർട്ടി അനുഭാവികൾ അതിനെതിരെ സോഷ്യൽ മീഡിയയൊക്കെ വലിയ ചർച്ച സംഘടിപ്പിക്കുന്നുണ്ടാവാം. അഗ്രസീവായി KN ബാലഗോപാൽ ഇടപെടുമ്പോൾ അതുകൊണ്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊന്നും അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെതിരെ അല്ല ഈ നീക്കങ്ങൾ. ഇത് തീർച്ചയായും MV ഗോവിന്ദൻ മാഷ്ക്കെതിരെയും അതുപോലെ തന്നെ KK രാഗേഷിനെതിരെയും തന്നെയാണ് ഇത് പരുവപ്പെട്ടു വരാനുള്ള സാധ്യത. അതിന് കാരണം ഈ തീരുമാനങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തേണ്ടത് പാർട്ടിക്ക് തീർത്താമായിരുന്നല്ലോ, പാർട്ടി ഇടപെടണമല്ലോ എന്നുള്ള ചർച്ച എല്ലായിടത്തും നിന്ന് ഉയരുന്നുണ്ട്. ഈ ഇത്രയും വലിയ പരാജയം ഉണ്ടാവാതിരിക്കാൻ സർക്കാരിന് മേൽ പാർട്ടിയുടെ ഒരു ഇടപെടൽ വേണ്ടതായിരുന്നു. ആ ഇടപെടൽ നടത്തിയില്ല. ആത്യന്തികമായി ആ ഒരു വിലയിരുത്തലിലേക്ക് പോയാലും അത് പിണറായി വിജയനിലേക്കല്ല പോവുക, പാർട്ടി നേതൃത്വത്തിലേക്കാണ് പോവുക. അത് നടത്താത്തത് MV ഗോവിന്ദൻ മാസ്റ്ററാണെന്ന് പറയും. പിന്നെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അടക്കം നേരത്തെ ഇതിനേക്കാൾ കർശനമായി ചില പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞു. അതായത്
ഔചിത്യം കാണിച്ചിട്ടില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു ഔചിത്യബോധത്തോടെ ഇടപെടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ആരോടാണ് ഇത് പറയുന്നത്? അത് പാർട്ടി സെക്രട്ടറിയോടാണ് പറയുന്നത്, അല്ലാതെ അത് സംസ്ഥാന സെക്രട്ടറിയോടാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സൂചന പിടിച്ച് ഔചിത്യത്തോടെ ദേശീയ സെക്രട്ടറി ഇടപെട്ടോ ഒന്നും ചോദ്യം അത് വേറെ ചോദ്യമാണ്. ഇത് ഔചിത്യമില്ലാത്ത നടപടികളിലേക്ക് ഈ സംസ്ഥാന സെക്രട്ടറി കടക്കുന്നുണ്ടെങ്കിൽ ദേശീയ സെക്രട്ടറി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു ഔചിത്യം. അത് മാത്രമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ലെനിനിസ്റ്റ് സംഘടനാ രൂപമാണെങ്കിൽ എല്ലാ അധികാരവും ഉണ്ടല്ലോ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് അവിടെ ഇടപെടാൻ. അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന് അദ്ദേഹത്തോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനോടെല്ലാം അദ്ദേഹം ഔചിത്യത്തോടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനോട് വഴുതുകയാണ് ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി. അതുകൊണ്ട് എന്തായാലും ഈ ചർച്ചകൾ ഒരു കാരണവശാലും അത് ഇപ്പോൾ പരുവപ്പെടുന്നത് പിണറായി വിജയനെതിരെയല്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ ഇനിയിപ്പോൾ ഈ പരാജയത്തിൻ്റെ മുഴുവൻ പാവഭാരവും പിണറായി വിജയൻ്റെ തോളിലേക്ക് അടിച്ചേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ മട്ടിൽ ചർച്ച പോകണം എന്ന് കരുതിയല്ല ഇവരാരും പറയുന്നത്. പക്ഷേ കെ രാഗേഷിന് ഇതിലിടപെടാമായിരുന്നു. ഇപ്പം കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയാണല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് അവിടെ ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ അവിടെ ഇടപെടാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, കെ രാഗേഷിനെ മുൻനിർത്തിയാണ് പല തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം എടുത്തത് എന്നുള്ളത് ആ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ള പരാതിയാണ്. അതായത് വളരെ റബ്ബർ സ്റ്റാമ്പായി രാഗേഷിനെ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് അവിടെ നിന്ന് പ്രാദേശികമായി ഉയരുന്ന ആരോപണങ്ങൾ. ആ മട്ടിലാണ് അവിടെ ചർച്ച പരുവപ്പെടുന്നത്. അതിൻ്റെ എല്ലാം ബാക്കി പത്രം തീർച്ചയായും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായാണ് ഈ ആരോപണങ്ങളെല്ലാം, അല്ലാതെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടില്ല. ഇന്ന് പോലും ഗോവിന്ദമാഷിൻ്റെ ഇന്നത്തെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണ്, വിഴിഞ്ഞത്ത് അവിടെ ഒരു പിന്തുണ ആ മട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ ലൈൻ ഇതാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കാനുള്ള ശ്രമമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ലൈൻ ഇന്ന് രാവിലെ ദേശാഭിമാനി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ശ്രീമതി ടീച്ചറും ഒക്കെ പ്രതികരിച്ചത്. ആ ലൈൻ അങ്ങനെ പിടിക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, കൃത്യമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അത് നമ്മൾ സൂചിപ്പിക്കണമല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് ദിവസം മുമ്പ് എക്കണോമിക് ടൈംസ് കൊടുത്ത വാർത്തയാണത്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഈ തൂത്തുക്കുടിയിൽ ഇവർക്കൊരു ടെർമിനലുണ്ട്, ഈ അദാനി ഗ്രൂപ്പിന്. അപ്പോൾ അവിടെ ടെർമിനലുള്ള സ്ഥിതിക്ക് അങ്ങനെ ഈ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഇടയ്ക്ക് ഇനി വേറെ പദ്ധതികളിൽ അവരുടെ താല്പര്യം ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ ഈ അദാനി ഗ്രൂപ്പ്, അതെ, എംബസിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അദാനിയുടെ ഷെയർ എടുക്കാനല്ലോ. അപ്പോൾ ഇതിലെ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല. സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ പരിസരത്ത് നമ്മൾ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ ഇതിനോട് എത്രയടുത്ത് വേറെ പുതിയ തുറമുഖ പദ്ധതികൾ കൊണ്ടുവരില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വേണം ഈ ചർച്ചകളിലേക്ക് പോകാനെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകകരമായി തോന്നിയത്, ഇതുപോലെ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ബാക്കിയാണ് ദേശാഭിമാനിയിൽ വന്ന ലേഖനം. ഇന്നിപ്പോൾ അന്ന് ദേശാഭിമാനി അത് എഴുതിയതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഗോവിന്ദമാഷ് ചെയ്തത്. ഇന്നിപ്പോൾ എക്കണോമിക് ടൈംസിൽ വന്ന അതേ സംഗതി തന്നെയാണ് ഗോവിന്ദമാഷിൻ്റെ ലേഖനമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ഈ പോയിന്റുകൾ സ്വാഭാവികമായും. അപ്പോൾ അതിൽ പ്രശ്നമില്ല എന്നുണ്ടോ? ഇതിപ്പോൾ അന്നത്തെ വേറെ ഒരു ലേഖനം, മറ്റൊരു വാർത്ത, ആ വാർത്തയെ അതേ മട്ടിൽ തന്നെ പിന്തുടരുമ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. എന്തായാലും രസകരമായിരിക്കും ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുമ്പോഴേക്ക് CPIM-ലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതെ, അല്ല അത് തന്നെയാണ് നമ്മൾ ഇന്നലെയും വിശദമായിട്ട് സംസാരിച്ചതാണ്. ഇതിപ്പോൾ എനിക്ക് ഇന്നിപ്പം PK ശ്രീമതിയുടെ ബൈറ്റ് കൂടെ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, ഈ നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിൽ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദർ സിനിമയിൽ നമ്മുടെ അഞ്ഞൂറാൻ NN പിള്ള ഇന്നസെൻ്റ് ഒറ്റ അടി വെച്ച് കൊടുക്കും, നീ എൻ്റെ മകനല്ലെങ്കിൽ എന്നെ തിരിച്ചടിക്കടാന്ന് പറയും. അപ്പോൾ ഇന്നസെൻ്റ് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അഞ്ഞൂറാൻ, പഠിക്കാൻ പറ്റില്ലല്ലോ. ഇന്നസെൻ്റ് ഒന്നന്തം വിട്ടിട്ട് ഒരൊറ്റ അടി കൊടുക്കും തൊട്ടപ്പുറത്തേക്കുന്ന ഭീമൻ രഘുവിന്. അച്ഛനെ അടിക്കാൻ പറ്റില്ല, പക്ഷേ അടിക്കുകയും വേണം. അപ്പോൾ ഭീമൻ രഘുവിനൊട്ട് അടി കൊടുക്കുന്ന പോലെയാണ് സത്യത്തിൽ EP ജയരാജനും KK ശൈലജയും പിന്നെ ഇപ്പോൾ PK ശ്രീമതിയും എല്ലാം ചെയ്യുന്നത്. ആ അടി KK രാഗേഷ് ഇട്ട് അടിക്കുന്ന അടി കൊള്ളേണ്ടത് അപ്പുറത്താണ്. അവിടെ പക്ഷേ ഹർഷം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് പിണറായി വിജയന് കൂടെ ചേർന്ന ഒരു സംഗതി തന്നെയാണത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പിണറായി വിജയനോട് ഈ മട്ടിൽ അവർക്ക് ഇപ്പോഴും എഴുന്നേറ്റ് അങ്ങനെയൊന്നും പറയാൻ ഇവർക്കാർക്കും പറ്റുകയില്ല. പിണറായി വിജയൻ അങ്ങനെ ഉപദ്രവിക്കരുത് എന്ന തോന്നൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് ഉള്ളിലുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അദ്ദേഹം കൂടെ അറിയാനാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ വേദന അഞ്ഞൂറാൻ അറിയും. അതിൻ്റെ വേദന അടികൊണ്ടില്ലെങ്കിലും പിണറായി വിജയൻ അറിയും. അതായത് ഇങ്ങനെയൊരു പരാജയത്തിലേക്ക് നയിച്ച സംഗതികൾ, തീരുമാനങ്ങളിൽ ബഹുഭൂരിപക്ഷം തീരുമാനങ്ങളും
പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയുടേതാണ്. കാര്യത്തിൽ ആർക്കും സംശയമില്ല, ആ പാർട്ടിക്കകത്ത് സംശയം ഉണ്ടാവില്ല. ആ തീരുമാനങ്ങൾ പോകുന്നത് പെശകുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ പെശകുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ ആരും അദ്ദേഹത്തോടുള്ള ഭയാദരവുകൾ കൊണ്ട്, ബഹുമാന കൂടുതൽ കൊണ്ട് ആരും അങ്ങോട്ടൊന്നും പറഞ്ഞുമില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് അത് സൗമ്യമായിട്ടെങ്കിലും തിരുത്താൻ ചുമതലയുണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി, പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ കെ രാഗേഷിനെയും എം വി ഗോവിന്ദനെയും ഉദ്ദേശിച്ചിട്ടാണ് മറ്റ് നേതാക്കൾ ഇങ്ങനെയൊരു മൃദുവെന്ന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് തോന്നുകയും പാർട്ടിക്കാർക്ക് പക്ഷേ ഇത് വലിയ പാർട്ടി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളാണല്ലോ ഈ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് കെ രാഗേഷും എം വി ഗോവിന്ദൻ മാഷ്ക്കും എതിരാണെങ്കിൽ പോലും അതിൻ്റെ വേദന നിശ്ചയമായിട്ടും പിണറായി വിജയൻ കൂടെ ഉണ്ടാവും. അതിൽ സംശയമില്ലല്ലോ, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവരത് ഉദ്ദേശിക്കുന്നില്ല. ഇവർ ഈ കാര്യങ്ങൾ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ, പാർട്ടിയെ തിരുത്തുക എന്നൊരു ലൈൻ അവർക്കുണ്ട്. ഈ പറഞ്ഞ ഇത്തരം വിമതാഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. പക്ഷേ അതായത് ഞാൻ ഇന്നലെ അത് പറഞ്ഞു, ചില നേതാക്കൾക്ക് കളം മനസ്സിലായി, അവർ നേരത്തെ ചാടിക്കളഞ്ഞു ഈ കപ്പലിൽ നിന്ന്. ആരാ? ജി സുധാകരനും ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനൊക്കെ ചാടി. പിന്നെ അതിനകത്ത് അവർക്ക് നേട്ടവും ഉണ്ടായി. അപ്പോൾ ഇത് ജനത്തെ മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും അങ്ങനെയാണ്. അപ്പം ജനം തെരഞ്ഞെടുപ്പ് തോൽവി വന്നതോടെ ഇവർക്ക് സമ്പൂർണ്ണമായിട്ട് മനസ്സിലായി ഇത് പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് പാർട്ടി അനുഭാവികളും അണികളും അംഗങ്ങൾക്ക് തന്നെയും രോഷമുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ എന്ത് ചെയ്യും തിരുത്തലായിട്ട് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരരുത്, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാറണം, നേതൃ പദവിയിൽ ആകപ്പാടെ മാറ്റം ഉണ്ടാകണം എന്നത് ഒരു രോഷപ്രകടനമായിട്ട് ആളുകളുടെ ഉള്ളിലുണ്ട്. ഈവൻ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കകത്ത് പോലും ഉണ്ട്. പക്ഷേ അത് ആ പാർട്ടിയുടെ രീതിയല്ല. ഒരു വലിയ ക്രൈസിസ് ഉണ്ടായിരിക്കുന്നു, വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രീതികൾ അപ്പാടെ മാറ്റുക എന്ന് വെച്ചാൽ അതിനർത്ഥവും പൊളിഞ്ഞു പോവുക ചെയ്യാം. പേരിൽ ഒരു പാർട്ടി സെക്രട്ടറിയെ ചരിത്രത്തിൽ ഇതുവരെ മാറ്റാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഓരോ സംവിധാനത്തിനും, അതിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല, ഓരോ സംവിധാനത്തിനും കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന രീതികളിൽ നിന്ന് പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അടപടലെ അങ്ങ് മാറ്റിക്കളയുക. പിണറായി വിജയൻ അയ്യോ പരാജയമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വീട്ടിലിരിക്കട്ടെ, എം വി ഗോവിന്ദൻ മാസ്റ്റർ പരാജയമായിരുന്നു, അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് മാറട്ടെ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് ഈ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളാണ്. ബാക്കി ഇതുകൊണ്ട് എന്തുണ്ടാകുമെന്നുള്ളത് അവരുടെ തുടർ ദിവസങ്ങളിലെ കാര്യമാണ്. അതെന്താവുന്നത് അത് നേരിടുക എന്നേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് ആകപ്പാടെ പേടിച്ച് പറഞ്ഞിട്ട് സെക്രട്ടറി മാറൂ, പിന്നെ പിണറായി വിജയൻ മാറിയേക്കൂ എന്നൊന്നും പറയാൻ പറ്റുന്ന ആ പാർട്ടിക്കകത്ത് ഇനി പറയുകയാണെങ്കിൽ അതിൻ്റെതായുള്ള സുഘടിതമായ വഴിയിലൂടെ പോകാൻ പറ്റൂ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ആർത്ഥത്തിൽ ശരിയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇതിപ്പോൾ ആകപ്പാടെ ഈ കാലുഷ്യം ഉണ്ടാകും. പക്ഷേ ഈ നേതാക്കൾക്കറിയാം ഒരു ജനരോഷം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ തന്നെയും രോഷം ഈ നേതൃത്വത്തിനെതിരെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊപ്പം നിൽക്കുക കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നൊരു തോന്നൽ അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ശരി. അതിനിപ്പോൾ പൂർണ്ണമായിട്ടും പരിഹസിക്കുക കളിയാക്കാനൊന്നും ശരിയാകുന്ന കാര്യമായിരിക്കില്ല. അതായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ബാലൻസിങ് അപ്പുറത്ത് വേണമായിരിക്കാം. പക്ഷേ അത് ഈ സുപ്രധാനമായ വിഷയത്തിൽ വരുന്നുവെന്നാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ എങ്ങനെ നോക്കിയാലും ഈ രണ്ട് ഭാഗത്തിനും അവരവരുടേതായ ശരിയുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് പോകാമെങ്കിലും ഇതിനകത്തൊരു അഭംഗിയുള്ള ഇടപെടൽ ഉണ്ടായത് ഇപ്പോഴും കെ രാഗേഷിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കെ രാഗേഷ് 14 ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഇപ്പോൾ CPM-ൻ്റേത് അല്ലേ. അദ്ദേഹം ശരിയാണ്, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന തുറമുഖ വകുപ്പിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു നിലപാട് പറയുന്നതിൽ പിശകൊന്നുമില്ല. ഇപ്പോൾ VD സതീശൻ ഈ വല്ലാതെ അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ എല്ലാവർക്കും പറയാം, അതുകൊണ്ട് കെ രാഗേഷും പറയാം എന്ന നിലപാട് നമുക്ക് എടുക്കാമെങ്കിൽ തന്നെയും എന്തിന് കെ രാഗേഷ് പറഞ്ഞു എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും. മറ്റൊരു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞോ? തിരുവനന്തപുരത്താണല്ലോ ഈ പറഞ്ഞ വിഴിഞ്ഞം, അവിടെയാണല്ലോ ഈ സംഭവങ്ങൾ കുറേ കൂടെ അടുത്ത് നിന്ന് അദ്ദേഹം കാണുന്നത്. പക്ഷേ അത് ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അതാണ് PK ശ്രീമതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം, എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഇപ്പം VD സതീശൻ അങ്ങനെയൊക്കെ വർത്തമാനം പറയാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഞാനതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അതായത് അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ഇവർ ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഒരു വളരെ താഴെയുള്ളൊരു നിരീക്ഷകൻ എന്നുള്ളതൊക്കെ എനിക്കുള്ളത്. അതായത് അത് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. കെ ശൈലജ പറഞ്ഞ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവർ UDF സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം മാറ്റിയില്ലേ? അത് ഈ VD സതീശൻ സർക്കാരിൻ്റെ അവകാശമല്ലേ? അവർക്ക് വേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അവിടെ വെക്കുക എന്നുള്ളത് വളരെ സാധാരണ ഒരു കാര്യമല്ലേ? വിഴിഞ്ഞത്തിന് മാത്രമായിട്ട്, ദിവ്യ എസ് അയ്യർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ശബ്ദം വരുന്നത് എന്താണ്? ഞാൻ പറയുക, ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ പ്രതിപക്ഷം ഇടപെടേണ്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ അത് ആരോഗ്യ വകുപ്പിൽ DHS മാറ്റിയപ്പോഴാണ്. കാരണം ഈ കേരളം മഴ കാല ശുചീകരണ
പ്രവർത്തനങ്ങളില്ലാതെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ കാലത്ത് തെരഞ്ഞെടുപ്പും റിസൾട്ടും ഒക്കെ ആയതുകൊണ്ട് ആ കാര്യങ്ങളിൽ വേണ്ട വിധം ഇറങ്ങാൻ പറ്റാതെ ജനം പ്രയാസപ്പെടുന്ന ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അതേ കൃത്യമായ സമയത്താണ് ആരോഗ്യമന്ത്രി വന്നിട്ട് വഴക്കിട്ടുകൊണ്ട് ഇവരെ മാറ്റിക്കളയുന്നത്. യഥാർത്ഥത്തിൽ പൊതുജനത്തെ ബാധിക്കുന്ന, പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു അത്ര ഉന്നതമായ പദവി, ഉദ്യോഗസ്ഥ പദവിയിൽ അല്ലെങ്കിൽ തന്നെയും അതാണ് കൂടുതൽ വലിയൊരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല ഈ പ്രതിപക്ഷം, ഒരക്ഷരം മിണ്ടിയില്ല. അവിടെ ആ പ്രശ്നമുണ്ടായി. ഈ പിന്നെ നമ്മുടെ ഡോക്ടർ അവിടേക്ക് പോയിട്ടിരിക്കുകയും രണ്ടുപേർ ഒരേ പദവിയുടെ കസേരകളിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഏതെങ്കിലും ശബ്ദം നമ്മൾ കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് വളരെ വയസ്സായിട്ടുള്ള ഈ നേതാക്കൾ, പിന്നെ മുതിർന്ന ഈ നേതാക്കൾ പറയുന്നതായിട്ട് കേട്ടോ? ഇല്ല, ഇവരാരും ഒന്നും മിണ്ടിയില്ല. ഇപ്പം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടത്. എന്ന് മാത്രമല്ല, വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്താനായിട്ട് ചില പോയിന്റ്സ് ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഹർഷം പറഞ്ഞല്ലോ, ഇപ്പോൾ MSC പോർട്ടിന് ഇവിടെ തൊട്ടപ്പുറത്ത് ഈ ഒരു ദൂരപരിധിക്കകത്ത് തന്നെ മറ്റൊരു ഷിപ്പ്, ഒരു ടെർമിനലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെ പാടില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിഷയം വലുതാണ്. പിന്നെ VD സതീശൻ മംഗലാപുരത്തേക്ക് പോയ സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാവുന്ന ഈ പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത് വന്നത്. പക്ഷേ എങ്കിൽ തന്നെയും അത് പറയേണ്ട ആളുകളല്ല പറഞ്ഞത് എന്ന വസ്തുത അവിടെ നിൽക്കുകയാണ്. അതിനകത്തേക്ക് പോയിട്ട് തലയിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ 10 വർഷം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പ്രതിപക്ഷ നേതാവായിരിക്കെ ഏറ്റെടുത്ത ആദ്യത്തെ പ്രധാനപ്പെട്ട സുപ്രധാന രാഷ്ട്രീയ വിഷയം, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇത് ഈ പറയുന്ന പോലെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പിന്നെ ഒരു ചർച്ചകൾക്കകത്ത് ഈ പറയുന്നൊരു പോയിൻ്റായിട്ട് വരാനും കേന്ദ്ര കമ്മിറ്റിയും മറ്റുമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ദീർഘമായിട്ടുള്ള പ്രോസസ്സിലേക്ക് കടക്കണം. അതിനകത്തേക്ക് ഉന്നയിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ധീരമായിട്ട് ഉന്നയിക്കണം എന്ന സൂചനകൾ പാർട്ടി അംഗങ്ങൾക്കും നേതാക്കൾക്കൊക്കെ കൊടുക്കാൻ ഉതകുന്നതായതുകൊണ്ട് ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ സംഘടനാ ശരീരത്തിന് കൂടുതൽ ചലനാത്മകതയും ആ നിലക്കൊരു കരുത്തും വരാൻ ഇത്തരം പ്രോസസ്സ് എല്ലാം ഉപകരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കൂടെ ശുഭാപ്തി വിശ്വാസത്തോടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇറങ്ങിയ CPIMന് സ്വന്തം പാളയത്തിലെ ഭിന്നത തലവേദനയായിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം കടൽക്കൊള്ള തന്നെയാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിലും ദിവ്യാസ് അയ്യരുടെ സ്ഥലം മാറ്റത്തിലും ദുരൂഹത ആരോപിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജനും KK ശൈലജയ്ക്കും PK ശ്രീമതിക്കും പാർട്ടി നിലപാട് അങ്ങനെയില്ല ഇക്കാര്യത്തിൽ എന്ന് വ്യക്തം. ഭിന്നാഭിപ്രായമുള്ള കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ തിരുവനന്തപുരത്തെ സഖാക്കളും തള്ളുന്നുണ്ട് ഒരർത്ഥത്തിൽ. ഒരുപക്ഷെ CPIM രാഷ്ട്രീയത്തിൽ ഒരു പതിവില്ലാത്ത സന്ദർഭമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷവും പ്രതീക്ഷ കൈവിടാതെ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്.